നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും വീണ്ടും ചോദ്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യം അത് കണ്ടെത്തിയ ശേഷം വീണ്ടും ചോദ്യം ചെയ്യാനാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില ഫോട്ടോഗ്രാഫുകൾ അടക്കം പരിശോധിച്ചുകൊണ്ട് വീണ്ടും ചോദ്യം ചെയ്യലിനുള്ള കളമൊരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കടകംപള്ളി സുരേന്ദ്രനെ ഇത്തരത്തിൽ ചോദ്യം ചെയ്തത്. എന്നാൽ പിന്നീട് ആദ്യം മാധ്യമങ്ങൾ അറിഞ്ഞിരുന്നില്ലെങ്കിലും കടകംപള്ളി സുരേന്ദ്രൻ പിന്നീട് അത് വ്യക്തമാക്കുകയും ചെയ്തു. മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടുകൂടിയാണ് ഇത് വ്യക്തമായത്. ഏതായാലും ദേവസ്വം ബോർഡ് അറിയാതെ ഇത്തരത്തിലൊരു സ്വർണ്ണക്കൊള്ള നടക്കില്ല എന്ന് നമുക്ക് എവർക്കും അറിയാം. ദേവസ്വം മന്ത്രിയും അറിയാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കില്ല. കാരണം സാധാരണ ഒരു കൊള്ളയല്ല ശബരിമലയിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണ ഒരു 1-2 ഗ്രാം കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ 1-2 നമുക്കറിയാം സാധാരണഗതിയിൽ ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ കളവുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത്തരത്തിലൊരു കൊള്ളയായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ആസൂത്രിതമായ കൊള്ളയായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയത്തിന്റെയും ആവശ്യമില്ല. ഏതെങ്കിലും ഒരു പോറ്റിയോ ഏതെങ്കിലും ഒരു മെമ്പറോ വിചാരിച്ചാൽ മാത്രം നടക്കുന്ന ഒരു കൊള്ളയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. PS പ്രശാന്ത് അധികാരത്തിൽ വന്നത് എനിക്കറിയാം. ആദ്യം PS പ്രശാന്ത് ശബരിമലയ്ക്കായി നിലകൊണ്ട ആളാണ്. അതിനുശേഷം PS പ്രശാന്ത് പിന്നീട് ഇടതു പാളയത്തിലേക്ക് എത്തിയപ്പോഴാണ് PS പ്രശാന്ത് ഇത്തരത്തിലുള്ള പരിപാടി തുടങ്ങിയെന്ന് തോന്നുന്നു. ഇടതു പാളയത്തിലേക്ക് എത്തിയതോടുകൂടി പ്രശാന്തിന്റെ രീതിയിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. പ്രശാന്ത് വെച്ച വീടുമൊക്കെ അതിന് ഉദാഹരണമാണ്. അതുവരെ വാടകയ്ക്ക് താമസിച്ചിരുന്ന പ്രശാന്ത് പിന്നീട് കോടികൾ വിലയുള്ള വീട് സ്വന്തമായി നിർമ്മിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള പണമാണോ ഈ വീട് നിർമ്മാണത്തിന് ഉപയോഗിച്ചതെന്ന ചോദ്യം പോലും പൂർത്തിയാവുന്നുണ്ട്. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം 2023 നവംബറിലാണ് PS പ്രശാന്ത് അധികാരത്തിൽ വരുന്നത്. വന്ന ഉടൻ തന്നെ എടുത്ത തീരുമാനങ്ങളിലൊന്ന് വീണ്ടും ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാനാണ്. അത് നേരത്തെ പൂശിയിരുന്നത്, അതായത് 2019 പൂശിയിരുന്നത് നിറം മങ്ങി ചെമ്പ് തെളിഞ്ഞു എന്ന കാര്യമൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ വീണ്ടും സ്വർണം പൂശേണ്ടി വന്നതെന്ന് പ്രശാന്ത് പറയുന്നുണ്ട്. അപ്പൊ 2019 സ്വർണം പൂശിയ കാര്യം കൃത്യമായി തന്നെ PS പ്രശാന്തിന് അറിയാമായിരുന്നു. അതിനുശേഷം വീണ്ടും സ്വർണം പൂശാനാണെന്ന വ്യാജേന ഇത്തരത്തിൽ ദ്വാരപാലക ശില്പം കൂടി അടിച്ചു മാറ്റിക്കൊണ്ട് മുമ്പോട്ട് പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ദേവസ്വം ബോർഡോ ദേവസ്വം ബോർഡിന്റെ മെമ്പർമാരോ ദേവസ്വം ബോർഡ് മന്ത്രിയോ അറിയാതെ ഒന്നും നടക്കില്ല എന്ന് നമുക്ക് എവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഉന്നതരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണത്തിനാണ് ഇപ്പോൾ കളമൊരുങ്ങിക്കൊണ്ടിരുന്നത് നമുക്ക് വ്യക്തമാകുന്നു. ഏതായാലും ഇത് ഈ ഒരു അന്വേഷണം കൊണ്ട് തൃപ്തിയാകാനൊന്നും സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ കോടതി വളരെ കൃത്യമായി നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തു. ഉന്നതരിലേക്ക് ഇത് എത്തുന്നില്ല എന്ന് വളരെ കൃത്യമായി പറയുകയും ചെയ്തു. ദേവസ്വം ബോർഡിന്റെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം വലിയ രീതിയിലുള്ള മുമ്പോട്ട് പോക്ക് ഉണ്ടായിട്ടില്ല. പത്മകുമാർ പറയുന്ന മൊഴികളൊക്കെ രേഖപ്പെടുത്തുന്നത് ശരിയാണോ, അല്ലെങ്കിൽ പത്മകുമാർ പറയുന്നത്, അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ തള്ളിപ്പറയാൻ പോലും CPM തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പലപ്പോഴും പോലീസിൽ എടുക്കുന്ന മൊഴികൾ പിന്നീട് പലപ്പോഴും കോടതിയിലെത്തുമ്പോൾ അവർ മാറ്റിപ്പറഞ്ഞ് കൂറുമാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പത്മകുമാറിനെ വലിയ രീതിയിൽ പ്രകോപിപ്പിക്കാതെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാകുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നത് ഉന്നതരുടെ ഒത്താശയോടുകൂടി നടത്തിയ ഒരു സ്വർണ്ണക്കളവാണ് ഇതുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ എപ്പോഴേ അങ്ങനെ ഒരു അറിവില്ലായിരുന്നെങ്കിൽ തീർച്ചയായും CPM പത്മകുമാറിനെ പുറത്താക്കിയതിനെയും പത്മകുമാറിനെ പുറത്താക്കാതിരിക്കുന്നതിന്റെ പ്രധാന കാരണം തന്നെ പത്മകുമാറിനെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സമാനമായ കാര്യമായിരുന്നു നമുക്കറിയാം നേരത്തെ സ്വർണ്ണക്കടത്തുമായി, നയതന്ത്ര ബാഗിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഒരു കാലത്തും ഈ ശിവശങ്കരെ കൈവിടാതിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ശിവശങ്കറെ പ്രകോപിപ്പിക്കാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ശിവശങ്കർ ഒന്നും വിട്ടു പറഞ്ഞുമില്ല. എന്നാൽ സ്വപ്ന സുരേഷാണ് കുറച്ചെങ്കിലും കാര്യങ്ങൾ പറഞ്ഞത്. അത് ശിവശങ്കർ കാരണമാണ് സ്വപ്ന സുരേഷ് അത്രയെങ്കിലും പറയേണ്ടി വന്നത്. അതുവരെ സ്വപ്ന സുരേഷിനെ വലിയ രീതിയിൽ കടന്നാക്രമിക്കാതെയായിരുന്നു CPM പോയത്. അതേ നയം തന്നെ CPM ഇവിടെയും നടപ്പിലാക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രശാന്തിലേക്കും കടകംപള്ളിയിലേക്കും ഒക്കെ അന്വേഷണം എത്തുമ്പോൾ ഇനി എങ്ങനെയാകും കാര്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പ്രശാന്ത് എങ്ങനെയാണ് ശബരിമലയിൽ എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിലും ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി വേണമെന്ന് 2023 വിധി എന്തുകൊണ്ട് പാലിച്ചില്ല എന്ന ചോദ്യത്തിന് അത്തരം ഒരു വിധിയെപ്പറ്റി അറിയില്ല എന്നാണ് PS പ്രശാന്ത് വന്നത്. സാധാരണക്കാർക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്. ശബരിമലയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഹൈക്കോടതി ആ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ഹൈക്കോടതിയെ അറിയിച്ചില്ല. അങ്ങനെ തന്നെ മുൻപോട്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2019 ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയത് വ്യക്തമായി തന്നെ മനസ്സിലാക്കിയ ആളാണ് പ്രശാന്ത്. പക്ഷേ പ്രശാന്ത് എന്നിട്ടും പിന്നീട് വീണ്ടും എന്തിനാണ് ഇതിന് തുനിഞ്ഞത് എന്ന ചോദ്യം പുറത്തു വരുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 7 ഓണനാളുകൾ കഴിഞ്ഞ് രാത്രി നട അടച്ച ശേഷമാണ് ദ്വാരപാലക പാളികൾ സന്നിധാനത്തിൽ നിന്ന് കടത്തിയത്. എന്തുകൊണ്ട് ഇക്കാര്യം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചില്ല എന്ന ചോദ്യം കൂടി ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിനൊന്നും കൃത്യമായി മറുപടി പറയാൻ കഴിഞ്ഞില്ല. അധികാരമേറ്റ് അധികം കഴിയും മുമ്പ് PS പ്രശാന്ത് സ്പെഷ്യൽ കമ്മീഷണറും അടുത്ത സുഹൃത്തുക്കളായി മാറുകയായിരുന്നു. പിന്നീട് ഇവർ എന്തുകൊണ്ടാണ് തമ്മിൽ പിണങ്ങിയത് എന്ന കാര്യത്തിനൊന്നും കൃത്യമായി തന്നെ ഉത്തരം പറയാൻ പ്രശാന്തിന് കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തന്ത്രിയുടെ മൊഴിയും പ്രശാന്തിന് എതിരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും പാളികൾ ചെന്നൈക്ക് കൊടുത്തുവിടാൻ
പലതവണ പ്രശാന്ത് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് താൻ അനുമതി നൽകിയതെന്നാണ് തന്ത്രിയുടെ മൊഴി. അതുകൊണ്ട് തന്നെ പ്രശാന്ത് പ്രതിരോധത്തിൽ തന്നെയാവുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബോർഡ് കൂട്ടായി എടുത്ത തീരുമാനപ്രകാരമാണ് പാളികളിൽ സ്വർണം പൂശാൻ ഉള്ള ശ്രമം നടത്തിയത് എന്ന് പറയുമ്പോഴും അവസാനം മൊഴി നൽകിയ വാസു അടക്കം മൊഴി നൽകിയിരിക്കുന്നത് തങ്ങൾക്ക് അറിയില്ലായിരുന്നു. സഖാവ് പത്മകുമാർ പറഞ്ഞതനുസരിച്ച് താൻ, വിജയകുമാർ തന്നെയാണ് പറഞ്ഞത്, പത്മകുമാർ പറഞ്ഞതനുസരിച്ച് താൻ ഒപ്പിട്ടു എന്ന് മാത്രമാണ് പറയുന്നത്. ഏതായാലും ഈ കാര്യവുമായി ബന്ധപ്പെട്ട പ്രശാന്ത് കൂടുതൽ പ്രതിരോധത്തിലാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രശാന്തിന് പെട്ടെന്നുണ്ടായ സാമ്പത്തിക ആസ്തി, പ്രശാന്തിന് വീട് വെക്കാനുള്ള, അതായത് 2023 വരെ പ്രശാന്ത് വളരെ ദാരിദ്ര്യാവസ്ഥയിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിച്ചിരുന്ന പ്രശാന്ത് വളരെ പെട്ടെന്ന് കോടികൾ വിലയുള്ള വീട്ടിലേക്ക് മാറുന്നു. വീടിന്റെ കയറി താമസം പോലും ആരെയും അറിയിക്കാതെ അതീവ രഹസ്യമായി നടത്തുന്നു. അതും വസ്തു വാങ്ങി തന്നെ വീട് വെക്കുന്നു. അതിൽ നിന്നൊക്കെ പ്രശാന്തിനുണ്ടായിട്ടുള്ള സാമ്പത്തിക ലാഭം നമുക്ക് മനസ്സിലാക്കാം. ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കിട്ടുന്ന ശമ്പളം കൊണ്ട് മാത്രം ഇത്തരത്തിലൊരു ബിൽഡിംഗ് പണിയാൻ കഴിയില്ല, ഇത്തരത്തിലൊരു കെട്ടിടം നിർമ്മിക്കാൻ കഴിയില്ല. അപ്പോൾ പ്രശാന്ത് കൂടുതൽ പ്രതിരോധത്തിലാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രശാന്ത് മാത്രമല്ല, കടകംപള്ളിക്കും ഇതിൽ തീർച്ചയായും ഇതിലുള്ള ഒരു അറിവുണ്ടായിരുന്നിരിക്കണം എന്ന് അനുമാനിക്കുന്നതിൽ തെറ്റില്ല. ഉന്നതരുണ്ട് എന്ന് വളരെ കൃത്യമായി തന്നെ പല മൊഴികളിലും വരുമ്പോൾ സ്വർണം കടത്തിയവരും സ്വർണം കൊണ്ടുപോയവരും ആ കമ്പനിയിലെ ഗോവർദ്ധനും ഒക്കെ ഈ കാര്യങ്ങൾ വ്യക്തമായി പറയുമ്പോൾ ആരാണ് ഉന്നതരെന്ന ചോദ്യം കൂടി പ്രസക്തമാവുകയാണ്. എല്ലാ കേസുകളിലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നേരത്തെ ഉണ്ടായ നയതന്ത്ര ബാങ്കിലെ സ്വർണവുമായി ബന്ധപ്പെട്ട കേസിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നെങ്കിലും പോലീസ് അന്വേഷിക്കുമ്പോൾ വളരെ കൃത്യമായി തന്നെ പോലീസിന്റെ അന്വേഷണത്തെയൊക്കെ മറികടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ കേരള പോലീസിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ തന്നെ ഇത്രയെങ്കിലും നടപടി വന്നത് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമായതുകൊണ്ടാണ്. അന്വേഷണ സംഘങ്ങളെ ചേർത്ത് ചില പോലീസുകാരെ കുറിച്ചും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അത്തരം പോലീസുകാർ, കേരളത്തിലെ പോലീസ് സേനയിൽ CPM അനുകൂലമായി മാത്രം ചിന്തിക്കുന്ന ചില പോലീസുകാരുമുണ്ട്. ആ പോലീസുകാർ അത്തരത്തിൽ തന്നെ മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത്തരം നമുക്ക് അറിയാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഇത്തരത്തിലുള്ള പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം പലപ്പോഴും അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഏതായാലും കൂടുതൽ പോലീസുകാരെ വേണമെന്ന് ആവശ്യപ്പെട്ടു. കൂടുതൽ പോലീസുകാരെത്തുമ്പോൾ അതെല്ലാം CPM അനുഭാവികളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പല കേസുകളും ഇങ്ങനെ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും PS പ്രശാന്തിനെയും കടകംപള്ളി സുരേന്ദ്രനും അടക്കം അന്വേഷണത്തിന്റെ പരിധിയിൽ എത്തേണ്ടതുണ്ട്. ആ പരിധിയിൽ എത്തുമ്പോൾ തന്നെ വളരെ വ്യക്തമായും കൃത്യമായും പ്രശാന്തിന്റെ സാമ്പത്തിക സ്രോതസ് അടക്കം അന്വേഷിക്കുന്നുണ്ട്. പ്രശാന്തിന് കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായ ഇത്തരം വലിയ വീട് വെക്കാനുണ്ടായ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണ് എന്ന് അന്വേഷിക്കുമ്പോൾ തന്നെ ഏതാണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. തീർത്തും വാടകയ്ക്ക് താമസിച്ചിരുന്ന പ്രശാന്ത് പെട്ടെന്ന് കോടികൾ മുടക്കി ബിൽഡിംഗ് വെക്കാനുണ്ടായ സാഹചര്യം, ആ സാഹചര്യം എവിടെ നിന്ന് പണം വന്നു, എങ്ങനെയാണ് പ്രശാന്തിന് പണം ഉണ്ടായത്, ആ കാര്യങ്ങൾ കൂടി അന്വേഷണ പരിധിയിൽ എത്തേണ്ടതുണ്ട്. ഏതായാലും പ്രശാന്തും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന പ്രശാന്ത് അടക്കമുള്ളവർ ഈ കൊള്ളയിൽ വലിയ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പല ഉത്തരങ്ങളും നൽകാൻ കഴിയാത്തതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് വളരെ കൃത്യമായ അന്വേഷണം നടത്തണം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. CBI അന്വേഷണം ഏറ്റെടുക്കാമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ സംശയനിഴലിലുള്ള എല്ലാവരും തന്നെ വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CBIയിലേക്ക് ഈ അന്വേഷണം പോയാൽ അടുത്ത ദിവസങ്ങളിൽ കോടതി അവധിക്ക് ശേഷം കോടതി തുറക്കുമ്പോൾ നമുക്കറിയാം ഇത് CBI അന്വേഷണത്തിലേക്ക് പോകുമോ. യഥാർത്ഥത്തിൽ ഇതൊരു CBI അന്വേഷണം വേണം. കാരണം രാജ്യാന്തര റാക്കറ്റ് അടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിലെ പോലീസിന് ചെയ്യുന്നതിന് പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു അന്വേഷണം രാജ്യാന്തര ഏജൻസി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. ഒരു രാജ്യാന്തര സംഘങ്ങളെയൊക്കെ പിടിക്കണമെങ്കിൽ ഒരു ദേശീയ ഏജൻസി അല്ലെങ്കിൽ ഒരു രാജ്യാന്തര ഏജൻസി പോലും അന്വേഷിക്കേണ്ട സാഹചര്യം ഉണ്ട്. രാജ്യാന്തര ഏജൻസിയുമായി ബന്ധപ്പെട്ട അവരുമായി ചേർന്ന് നിന്നുകൊണ്ട് അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പ്രശാന്തും കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ സംശയനിഴലിൽ തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല.